ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ MPC 021-ൻ്റെ ബ്ലോക്ക് 1-ലെ മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. നമ്മൾ ബ്ലോക്ക് 2-ലെ ഓരോ ചാപ്റ്റേഴ്സ് വൈസ് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ബ്ലോക്ക് 2-ൽ നമുക്ക് വരുന്നത് 4 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സൈക്കോ അനാലിസിസ്, സൈക്കോ ഡൈനാമിക്സ് ആൻഡ് സൈക്കോ തെറാപ്പി. ഈ ഒരു യൂണിറ്റിൽ സൈക്കോ അനാലിസിസിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ അതിൻ്റെ ഗോള്, അതുപോലെ ടെക്നിക്സ് ഒക്കെയാണ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ ഇതിനു മുമ്പായിട്ട് സൈക്കോ അനാലിസിസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആൻഡ് അപ്രോച്ചസ് ടു കൗൺസിലിംഗ്. ഈ ഒരു ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഇതിൽ നിന്ന് ഒരുപാട് essay ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 3 മാർക്കും 6 മാർക്കും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡ്രാമ ആൻഡ് ആർട്ട് തെറാപ്പി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ നിന്ന് essay ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇനി നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അതർ തെറാപ്പീസ്, അതായത് പേഴ്സൺ സെൻറ്റേർഡ് കൗൺസിലിങ്ങും സൊല്യൂഷൻ ഫോക്കസ് കൗൺസിലിങ്ങും ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേഴ്സൺ സെൻറ്റേർഡ് കൗൺസിലിങ്ങിൻ്റെയും സൊല്യൂഷൻ ഫോക്കസ് കൗൺസിലിങ്ങിൻ്റെയും ബേസിക് അസംഷൻസ്, അതിൻ്റെ തെറാപ്പീസ്, പിന്നെ അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണ്, എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ആണ് സൈക്കോ അനാലിസിസ്, സൈക്കോ ഡൈനാമിക് ആൻഡ് സൈക്കോ തെറാപ്പി എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 10 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ടെക്നിക്സ് ഇൻ സൈക്കോ അനാലിസിസും അതുപോലെ തന്നെ സൈക്കോ അനാലിസിസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ബ്ലോക്ക് 1-ലും ഇതേ കാര്യം തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ essay ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നമുക്ക് മുമ്പുള്ള ബ്ലോക്ക് 1-ലെയും കൂടി ആഡ് ചെയ്തിട്ടാണ് വരാറുള്ളത്. അതായത് നമുക്ക് ടെക്നിക്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ 3 മാർക്കിനായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, അതായത് ടെക്നിക്സ് ഇൻ സൈക്കോ അനാലിസിസ് തന്നെ വരുന്ന ഇതൊക്കെയാണ്. അനാലിസിസ് ഓഫ് ട്രാൻസ്ഫറൻസ്, കൗണ്ടർ ട്രാൻസ്ഫറൻസ്. പിന്നെ ഇതിൽ സൈക്കോ ഡൈനാമിക് തെറാപ്പീസിൽ സെൽഫ് സൈക്കോളജി മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അതും ഒരു തവണ ഡിസംബർ 2016 മാത്രമാണ് 3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിൽ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആൻഡ് അപ്രോച്ചസ് ടു കൗൺസിലിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിലുള്ള എല്ലാ ഭാഗവും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. essay ക്വസ്റ്റ്യൻ ആയിട്ടും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. എത്ര തവണ എന്ന് ചോദിച്ചാൽ ഇത്രയും പ്രാവശ്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നുള്ളത് നമുക്ക് 6 മാർക്കിനും അതുപോലെ തന്നെ 3 മാർക്കിനുമായിട്ട് ഒരു 5-6 തവണയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ അവേർഷൻ തെറാപ്പി, ഓപ്പറൻ്റ് കണ്ടീഷനിങ് ട്രീറ്റ്മെൻറ്റ്, അതും കൂടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റിലെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. ഇത് essay ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഏകദേശം 3 തവണയായിട്ട് 10 മാർക്കിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6 മാർക്കിനായിട്ട് ഗോൾ ഓഫ് CBT, ടെക്നിക് പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ CBT അങ്ങനെയും വന്നിട്ടുണ്ട്. അതുപോലെ 3 മാർക്കിനായിട്ടും വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പോകാം. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡ്രാമ ആൻഡ് ആർട്ട് തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് ആണ്. ഇതിൽ ഡ്രാമ തെറാപ്പിയും ആർട്ട് തെറാപ്പിയും essay ക്വസ്റ്റ്യൻ ആയിട്ട് 10 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ആയിട്ട് 3 വീതം തവണ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ 6 മാർക്കിനായിട്ട് ഡ്രാമ തെറാപ്പിയുടെ ടെക്നിക്ക്, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഡ്രാമ തെറാപ്പി, ബേസിക് അപ്രോച്ചസ്, സ്റ്റെപ്സ് ഇൻ ആർട്ട് തെറാപ്പി അങ്ങനെ വന്നിട്ട് അതിൽ നിന്നുള്ള ഭാഗങ്ങളും വന്നിട്ടുണ്ട്. നാലാമത്തെ യൂണിറ്റ് ആണ് അതർ തെറാപ്പീസ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ടുള്ളത് പേഴ്സൺ സെൻറ്റേർഡ് കൗൺസിലിംഗും അതുപോലെ തന്നെ സൊല്യൂഷൻ ഫോക്കസ് കൗൺസിലിംഗ് ആണ്. ഇതിൽ പേഴ്സൺ സെൻറ്റേർഡ് കൗൺസിലിംഗ് 2 തവണയും സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ് 4 തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് essay ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ ഇതിൽ പേഴ്സൺ സെൻറ്റേർഡിലെ ബേസിക് അസംഷൻ ഓഫ് പേഴ്സൺ സെൻറ്റേർഡ് കൗൺസിലിംഗ് എന്നുള്ളത് 6 മാർക്കിനും അതുപോലെ സൊല്യൂഷൻ ഫോക്കസ്ഡിലെ ബേസിക് അസംഷൻസും തെറാപ്യൂട്ടിക് പ്രോസസ്സും സൊല്യൂഷൻ ഫോക്കസ്ഡ് ടെക്നിക്സും നമുക്ക് 6 മാർക്കിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 6 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനിങ് ടെക്നിക്കാണ്, അതായത് സൊല്യൂഷൻ ഫോക്കസ്ഡിൻ്റെ. അതിൽ തന്നെ മിറാക്കിൾ ക്വസ്റ്റ്യനും സ്കെയിലിംഗ് ക്വസ്റ്റ്യനും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സെക്കൻഡ് ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.